السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പ്രാർത്ഥനകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കി വരുന്നത്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ ശക്തമായി പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിലൊന്നാണ് ശൈത്താനിൻ്റെ ഷർറിൽ നിന്ന്, ഇബ്ലീസിൻ്റെ ഷർറിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന. പലരും ഗൗരവം കുറച്ച് കാണുകയും എന്നാൽ ഏറ്റവും ഗൗരവമേറിയതുമായ വിഷയമാണ് പിശാചിൽ നിന്ന് രക്ഷ തേടുക എന്നുള്ളത്. ഒരു വേള പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള വേദഗ്രന്ഥങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള പ്രവാചകന്മാരും ലോകത്ത് വന്നതുപോലും ഇബ്ലീസിനെക്കുറിച്ച് താക്കീത് ചെയ്യാനും അവൻ്റെ ഷർറിൽ നിന്ന് രക്ഷ തേടാനും പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിൽ തന്നെ ഇബ്ലീസ് പരാമർശ വിഷയമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് ആദം നബിയെ പ്രവേശിപ്പിച്ചു. ഇണയെയും ഹവ്വാ ബീവിയെയും റളിയല്ലാഹു തആല അൻഹ അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് അവരെ പുറത്താക്കിയത് ഇബ്ലീസാണ്. ഈ ചരിത്രം വളരെ വിശദമായി സൂറത്തുൽ അറാഫിൽ അള്ളാഹു പറയുന്നുണ്ട്. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ ഉപ്പയെ ഓർക്കണം. അത് പറയുമ്പോൾ നമ്മുടെ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഓർക്കാൻ വേണ്ടിയാണ് ആദം നബിയുടെ മക്കളെ എന്ന് വിളിച്ചത്. ലാ യഫ്തിനന്നകുമു ശൈത്താൻ. ആ ഷെയ്ത്താൻ, അതാണ് അശ്ശൈത്താൻ, അലിഫ്ലാം ചേർത്ത് പറഞ്ഞതാണ്. ലാ യഫ്തിനന്നകുമു ശൈത്താൻ. ആ ഷെയ്ത്താൻ നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. ഏതുപോലെ? കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് അവൻ പുറത്താക്കിയതുപോലെ നിങ്ങളെയും അവൻ സ്വർഗത്തിൽ നിന്ന് തടയും. സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയും ശൈത്താൻ, ഇബ്ലീസ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഗൗരവത്തിൽ കാണണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സൂറത്തു യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അലം ആഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാൻ നിങ്ങളോട് കരാർ വാങ്ങിയിട്ടില്ലേ ആദമിൻ്റെ മക്കളെ, നിങ്ങൾ ഇബ്ലീസിനെ, ശൈത്താനെ ആരാധിക്കരുത് എന്ന്. നിങ്ങളുടെ ആരാധനകൾ, ഇബാദത്തുകൾ അവന് നൽകരുത്, അവൻ പറയുന്നവർക്കും നൽകരുത്. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ അവനെ അനുസരിക്കരുത് എന്ന്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് ശൈത്താൻ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. വ അനിഅ്ബുദൂനി, നിങ്ങൾ എനിക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഹാദാ സിറാത്തും മുസ്തഖീം, അതാണ് നേരായ വഴിയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ. നോക്കൂ, നിങ്ങളിൽ നിന്ന് ധാരാളം തലമുറകളെ ഇബ്ലീസ് വഴിവേഴ്പ്പിച്ചിട്ടുണ്ട്. ജിബില്ലൻ കസീറ,
ധാരാളം തലമുറകളെ ഇബ്ലീസാണ് വഴിപിഴപ്പിച്ചത്. അഫലം തകൂനു തഖിലൂൻ, എന്നിട്ടും നിങ്ങളെന്താ ചിന്തിക്കാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഒരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖലഖ്തു ഇബാദി കുല്ലഹും ഹുനഫാ, ഞാൻ എൻ്റെ അടിമകളെ മുഴുവൻ സൃഷ്ടിച്ചത് തൗഹീദിലാണ്. എല്ലാ അടിമകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ശുദ്ധമായ തൗഹീദിലാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത മറ്റൊരു ഇലാഹിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത രൂപത്തിലാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. പിന്നെന്താ സംഭവിച്ചത്? ഫഅതതുഹുമുശ്ശയാത്തീൻ, പിശാചുക്കൾ അവരുടെ അടുക്കിലേക്ക് വരാൻ തുടങ്ങി. എന്നിട്ട് ഫജ്താലത്തുഹും അൻ ദീനിഹിം, ദീനിൽ നിന്ന് അവരെ പിറകോട്ട് വലിച്ചു. 10 തലമുറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആദം നബി മുതൽക്ക് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ 10 തലമുറ ശിർക്ക് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത് അറിഞ്ഞിട്ടില്ല, മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരുന്നില്ല, വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നവരായിരുന്നില്ല, ഖബറുകൾ കെട്ടിപ്പൊന്തിക്കുന്നവരായിരുന്നില്ല, അള്ളാഹു അല്ലാത്ത ഇലാഹുകളെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ ഈ ചിന്ത ആര് കൊണ്ടുവന്നു? ശൈത്താൻ. അതിനേക്കാൾ ഗൗരവമുള്ള വിഷയം എന്താണ്? പിശാചാണ് ശിർക്ക് ജനങ്ങളെ പഠിപ്പിച്ചത്, പിശാചാണ് അതിന് പ്രേരിപ്പിച്ചത്. അവരുടെ ഖബറിൻ്റെ അടുക്കൽ പോയി ഇരിക്കാൻ പറഞ്ഞത് ശൈത്താനാണ്, അവരുടെ ഖബർ കെട്ടിപ്പൊന്തിക്കാൻ പറഞ്ഞത് ശൈത്താനാണ്, അവരുടെ രൂപമുണ്ടാക്കാൻ പറഞ്ഞത് ശൈത്താനാണ്, പിന്നീട് അതിനെ ആരാധിക്കാൻ പറഞ്ഞത് ശൈത്താനാണ്. ആ ശൈത്താൻ നരകത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുകയും നരകം നിങ്ങൾക്ക് നിത്യമാക്കി തീർക്കുകയും ചെയ്യുന്നു. കാരണം എന്താണ്? വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, സ്വർഗത്ത് കടക്കാൻ കഴിയില്ല. ആ ശിർക്കിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നത് ശൈത്താനാണ്. എല്ലാ അർത്ഥത്തിലും മനുഷ്യന് വസ്വാസുണ്ടാക്കി ശരിയായ വഴിയിൽ നിന്ന് തടഞ്ഞ്, ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് തടഞ്ഞ് മനുഷ്യനെ പരാജിതനാക്കി തീർക്കുന്നു ശൈത്താൻ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങൾ അവനെ ശത്രുവായിട്ട് തന്നെ കാണണം, അവഗണിക്കരുത്, ശത്രുവായി കാണണം. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, ശൈത്താൻ അവൻ്റെ കക്ഷികളെ വിളിക്കുന്നത് നരകത്തിൻ്റെ ആളുകളായി തീരാനാണ്, നരകത്തിലേക്കാണ് ശൈത്താൻ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് അവനെ ശത്രുവായി കാണണം. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പിശാച് ഇടപെടുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിശാച് എങ്ങനെയൊക്കെ വരും? സൂറത്തുൽ അറാഫിൽ പിശാച് തന്നെ പറയാണ്, അല്ലാഹുവേ ഞാൻ അവരിലേക്ക് ചെല്ലും, ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ, ഞാൻ അവരുടെ മുന്നിലൂടെ ചെല്ലും, അവിടെ നടക്കുന്നില്ലേ പിറകിലൂടെ ചെല്ലും, അവിടെ നടക്കുന്നില്ലേ വലതുഭാഗത്തൂടെ വരും, അവിടെ കഴിയുന്നില്ലേ ഇടതുഭാഗത്തൂടെ പോകും, മഹാഭൂരിപക്ഷത്തെയും ഞാൻ നന്ദി കെട്ടവരാക്കും. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പിശാച് റബ്ബിനോട് പറഞ്ഞു, ലഅഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, നേരായ വഴിയിൽ ഞാനൊരു തടസ്സമായി കാത്തിരിക്കുന്നു. അഖുദന്ന എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നതാണ്, ഞാനിരിക്കും. ലഅഖുദന്ന ലഹും, അവർക്ക് വേണ്ടി ഞാനിരിക്കും. എവിടെ ഇരിക്കും? സിറാത്തകൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിന് തടസ്സമായി ഞാനിരിക്കും. ശൈത്താൻ പറയാം. സഹീഹായ ഒരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതിൻ്റെ അൽഫാദുകൾ സമയദൈർഘ്യം എന്ന് ഞാനിവിടെ പറയുന്നില്ല. ഒരു വ്യക്തി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വ്യക്തിയാണ്. ഇബ്ലീസ് വരും, എന്നിട്ട് പറയും, എന്താണ് മഹാന്മാരെ ആദരിക്കണ്ടേ, ബഹുമാനിക്കണ്ടേ? എന്നിട്ട് അവരെ ശിർക്കിന് പ്രേരിപ്പിക്കും. ഒരു നിലക്കും അയാൾ ശിർക്കിന് വഴങ്ങുന്നില്ല എന്ന് തോന്നിയാൽ ഇബ്ലീസ് മാറി നിൽക്കും. പിന്നെ വന്നിട്ട് തൗഹീദുള്ള ആളല്ലേ, അങ്ങനെ നമസ്കാരത്തിലൊന്നും കൃത്യത ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമസ്കാരത്തിൽ നിന്ന് തടയാൻ നോക്കും. പിന്നീട് ഓരോ പ്രവർത്തനങ്ങളിലും അതിൽ നിന്നും ആ അടിമ വിസമ്മതിച്ചാൽ അടുത്തത് ശ്രമിക്കും. അതാണ്
ഓരോന്ന് കഴിഞ്ഞാൽ ഓരോന്ന്, മുന്നിലൂടെ, പിറകിലൂടെ, വലത്തൂടെ, ഇടത്തുഭാഗത്തൂടെ ഓരോന്നിലും വരും. എത്രമാത്രം നിങ്ങൾ അവനെ തടയുകയും അവനെ ആട്ടുകയും ചെയ്യുന്നുണ്ടോ അത്രമാത്രം നിങ്ങൾ സ്വർഗത്തിലേക്ക് അടുക്കും. അങ്ങനെ അവൻ്റെ മുഴുവൻ പ്രേരണകളെയും ആരാണോ തടയുന്നത് അവരാണ് സ്വർഗത്തിലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇവൻ്റെ പ്രേരണക്ക് വഴങ്ങി അവസാന നിമിഷത്തിലെങ്കിലും തെറ്റിപ്പോയാൽ പോലും അത് വലിയ അപകടമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്, വഅഊദു ബിക മിൻ അൻ യതഖബ്ബതനി അശ്ശൈത്താനു ഇൻദൽ മൗത്ത്. മരിക്കുന്ന സമയത്ത് ശൈത്താൻ റാഞ്ചിയെടുക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നിൽ അഭയം തേടും എന്ന് പറഞ്ഞാൽ തൗഹീദുള്ള ഒരാളെ മരിക്കുന്ന സമയത്തെങ്കിലും ഒന്ന് തെറ്റിക്കാൻ. കാരണം ആ സമയത്ത് തെറ്റിയാൽ അയാൾക്ക് സ്വർഗം നിഷിദ്ധമായി, അത്രയും സ്വർഗത്തിലേക്ക് പോകുന്നു. അങ്ങനെ സ്വർഗത്തിൽ ഒരാൾ പോയാൽ പിശാചിൻ്റെ മിഷൻ തോറ്റു. പിശാചിൻ്റെ മിഷൻ ജയിക്കുന്നത് എപ്പോഴാണ്? ഒരു വ്യക്തി സ്വർഗത്ത് പോകാൻ പാടില്ല, അവിടെ പിശാച് തോറ്റുപോകും. താൻ തോറ്റുപോവാതിരിക്കാൻ ഒരു വ്യക്തി മരിക്കുന്ന അവസാന നിമിഷം വരെ ശൈത്താൻ ശ്രമിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പോലും കാവൽ തേടി. എന്നിരിക്കെ ഇബ്ലീസിനെ സംബന്ധിച്ച്, പിശാചിനെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങൾ പഠിക്കുന്നത്, പറയുന്നത് ഒക്കെ ഒരു മോശമായി കരുതുന്ന ഒരവസ്ഥ സമൂഹത്തിലുണ്ട് എന്നുള്ളത് ഗൗരവതരമായി നമ്മൾ ചിന്തിക്കണം. അത്തരം ആളുകളുടെ മേൽ പിശാച് വിജയിച്ചിരിക്കുന്നു. കാരണം പിശാചിന് വേണ്ടത് അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ടാവരുത്, എങ്കിൽ അവൻ്റെ പണി ഈസിയാകും. എന്നാൽ പിശാചിൻ്റെ ഓരോ നീക്കങ്ങളും കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തിയാൽ പിശാച് നിരാശപ്പെടും. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പിശാച് തന്നെ അവനെക്കുറിച്ച് പറയുന്നത് മോശമായൊരു കാര്യമായി ചിത്രീകരിക്കുകയും അതിൽ വലിയ ഒരു അളവോളം ശൈത്താൻ വിജയിച്ചിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. പരിശുദ്ധ ഖുർആനിൽ പിശാചിൽ നിന്ന് അഭയം തേടിക്കൊണ്ട് ദുആ ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ചില ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതിലൊന്ന് പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 97-98 ആയത്തുകളാണ്. വഖുൽ, നബിയെ പറയുക. ആരോടാണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മോടെല്ലാം. റബ്ബി, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, അല്ലാഹുവേ, അഊദു ബിക, ഞാൻ നിന്നിൽ അഭയം തേടുന്നു. കാരണം ശൈത്താൻ്റെ വിഷയത്തിൽ റബ്ബായ റുബൂബിയത്തിൻ്റെ ഉടമയായ അള്ളാഹുവിനോടല്ലാതെ അഭയം തേടാൻ നമുക്ക് വേറെ ആരുമില്ല. കാരണം ശൈത്താനെ നമ്മൾ കാണുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, അവനും അവൻ്റെ ഗോത്രക്കാരും നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റില്ല. ഹൈസു ലാ തറൗനഹും, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല, പക്ഷെ അവർ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്, അവർ നിങ്ങളെ കാണുന്നുണ്ട്. അതുകൊണ്ട് ദുആ ചെയ്യണം. എന്താ ദുആ ചെയ്യേണ്ടത്? റബ്ബി അഊദു ബിക്, അല്ലാഹുവേ ഞാൻ നിന്നിൽ അഭയം തേടുന്നു. എന്തിൽ നിന്ന്? മിൻ ഹമസാത്തി ശയാത്തീൻ, പിശാചുക്കളുടെ ഹമസാത്തിൽ നിന്ന്. ഹംസിൻ്റെ ജംആണ് ഹമസാത്ത്. എന്താണ് ഹംസ് എന്ന് പറഞ്ഞാൽ? ഉലമാക്കൾ പറഞ്ഞു, ഹംസ് എന്ന വേർഡ് ഒരുപാട് അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പിശാചിൻ്റെ ബാധ, അവൻ ഭ്രാന്തുണ്ടാക്കുന്നതിൽ നിന്ന്, അവൻ അപസ്മാരമുണ്ടാക്കുന്നതിൽ നിന്ന്, അതേപോലെ തന്നെ അവൻ്റെ വസ്വാസുകളിൽ നിന്ന്, അവനുണ്ടാക്കി തീർക്കുന്ന കിബറിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, അവൻ്റേതായ കവിതകളും പാട്ടുകളിൽ നിന്ന്. ഈ അർത്ഥങ്ങളെല്ലാം ഹമസാത്ത് എന്ന ഒരു ഭാഗത്ത്, ഹമസാത്ത് എന്നുള്ള വേർഡ് മാത്രം ഉപയോഗിച്ചാൽ ഈ അർത്ഥങ്ങളെല്ലാം ഉൾക്കൊള്ളുമെന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ വസ്വാസ്, പിശാചിൻ്റെ ബാധ, പിശാചിൻ്റെ കവിതകൾ, പിശാച് മനസ്സിലേക്ക് ഊതിത്തരുന്ന ഖിബർ, ഇതെല്ലാം ഈ ഹമസാത്തിൽ പെടുന്നതാണ്. പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. ഹമസാത്തി ഷയാത്തിൻ, ഷെയ്ത്താൻ ഹമസാത്തുകളുണ്ട്, അതിൽ നിന്ന് രക്ഷ തേടണമെന്ന് അള്ളാഹു പറയുമ്പോൾ ഈ ഹമസാത്ത് എന്താണെന്ന് പഠിക്കണ്ടേ, അത് മനസ്സിലാക്കണ്ടേ, അതിൻ്റെ ഗൗരവം അറിയണ്ടേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ ഇസ്തിആദ നടത്തിയപ്പോൾ നമുക്കൊക്കെ പലപ്പോഴും പരിചയമുള്ളത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇത്രയാണ്. എന്നാൽ വേറെ സ്വഹീഹായ റിവായത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, അഊദു ബില്ലാഹി സമീഉൽ അലീം, എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന അള്ളാഹുവിൽ ഞാൻ അഭയം തേടുന്നു. മിനശ് ശൈത്വാനിർ റജീം, ആട്ടിയോടിക്കപ്പെട്ട ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന്.
മിൻ ഹംസിഹി, അതാണ് ഇവിടെ പറഞ്ഞ ഹംസ്, വനഫ്ഖിഹി വനഫ്സി. മിൻ ഹംസിഹി, അവൻ്റെ സറ, അവൻ്റെ ബാധ, അവൻ മനുഷ്യൻ്റെ ബുദ്ധിയെ പൂർണ്ണമായും കീഴടക്കലാണത്. ചില മനുഷ്യർക്ക് എന്തു പറഞ്ഞാലും തിരിയില്ല. വലാലത്ത് ഹിദായത്തായി കരുതുന്നവർ, പിശാജ് അവരെ ഇസ്തഹ്വദ അലൈഹിമു ശൈത്താനു ഫഅൻസാഹും ദിക്റല്ലാഹ്, പിശാജ് അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ മറപ്പിച്ചിരിക്കുന്നു. പിശാജിൻ്റെ ആ ഒരു ഇസ്തിഹ്വാദ്, കീഴ്പ്പെടുത്തൽ, അതിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നിൽ കാവലിനെ തേടുന്നു. ചില ആളുകൾക്ക് ചില ഹറാമുകൾ, ചില തെറ്റുകൾ ഒരു നിലക്കും ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഇസ്തഹ്വദ അലൈഹിമു ശൈത്താൻ, പിശാജ് പിടികൂടിയതാണ്, ശക്തമായി ബന്ധിപ്പിച്ചതാണ്. രക്ഷപ്പെടാൻ റബ്ബിനോട് പറയണം, അള്ളാഹുവിനോട് പറയണം. മിൻ ഹംസിഹി വനഫ്ഖി, നഫ്ഖ് എന്ന് പറഞ്ഞാൽ, നഫഖ എന്ന് പറഞ്ഞാൽ ഊതുക എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനിൽ ഒരു തരം പൊങ്ങച്ച ചിന്ത ഉണ്ടാക്കുക. ഒരു പുതിയ ഡ്രസ്സ് ഇട്ടാൽ നടത്തത്തിനൊരു വ്യത്യാസം, അവൻ ഊതിയതാണത്. ആ പുതിയ ഡ്രസ്സ് ഇടുന്നതിന് മുമ്പുള്ള അതേ വ്യക്തി തന്നെയാണ് അയാൾ. പക്ഷെ ഒരു നല്ല ഡ്രസ്സ് ഇട്ട് ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ടാൽ അയാൾക്ക് തന്നെ തോന്നുകയാണ് ഞാൻ ആരോ ആണ്. ഈ തോന്നിപ്പിക്കൽ, അതാണ് നഫ്ഖ് എന്ന് പറയുന്നത്. ഒരു നല്ല കൂളിംഗ് ഗ്ലാസ് കണ്ണട വെച്ചാൽ അയാൾക്ക് തോന്നുകയാണ് ഞാൻ എന്തോ ആണ്. ഒരു നല്ല കാറിൽ വന്നിറങ്ങി ആളുകളൊക്കെ തന്നെ നോക്കുന്നുണ്ടെന്ന് തോന്നിയാൽ അയാൾക്കൊരു ഒരു ഗമ വരികയാണ്. സത്യത്തിൽ അത് ശൈത്താൻ്റെ നഫ്ഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശമായി എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അൻ തവാലഉ ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് വിനയപ്പെടണം. തവാലു, വിനയം, താഴ്മ. ഞാൻ മറ്റുള്ളവരെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അവരെക്കാൾ താഴെയാണ് എന്ന് ചിന്തിക്കുക. ഞാൻ മറ്റുള്ളവരെക്കാൾ മേലെയാണെന്ന് ചിന്തിക്കുന്ന ആ കിബറ്, പൊങ്ങച്ചം, അഹങ്കാരം ശൈത്താനിൽ നിന്നാണ്. മിൻ ഹംസിഹി വനഫ്ഖി വനഫ്സി. എന്താണ് നഫ്സ് എന്ന് പറഞ്ഞാൽ? ഉലമാക്കൾ പറഞ്ഞു, പിശാജിൻ്റെ ഷിഅറുകളാണത്, കവിതകൾ, പാട്ടുകൾ, ഹറാമുള്ള, സ്ത്രീ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന, പ്രണയത്തെ വർണ്ണിക്കുന്ന, തോന്നിവാസങ്ങൾക്ക് പ്രേരണ നൽകുന്ന എല്ലാ പാട്ടുകളും വാദ്യോപകരണങ്ങളും പിശാജിൻ്റെ നഫ്സാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക്, നിന്റെ ശബ്ദം കൊണ്ട് മനുഷ്യരെ ഇളക്കി വിടുക. ശൈത്താൻ്റെ ശബ്ദം കൊണ്ട് മനുഷ്യർ ഇളകി മറയുന്നതാണ്. നാം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ശൈത്താൻ്റെ ശബ്ദം? ശൈത്താൻ പറയുന്നത് ഇല്ല. പിന്നെ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, സംഗീതമാണ് ഉദ്ദേശം. അത് ശൈത്താൻ്റെ സൗണ്ടാണ്. മിസ്മാറു ശൈത്താൻ, പിശാജിൻ്റെ കുഴലൂത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നിന്ന് അഭയം തേടാൻ റബ്ബ് നമ്മോട് പറയാണ്. അതാണ് വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ. അതിൽ ഹംസുണ്ട്, നഫ്ഖുണ്ട്, നഫ്സുണ്ട്, വസ്വാസുണ്ട്, എല്ലാമുണ്ട്. പടച്ച റബ്ബിനോട് തേടണം. അടുത്ത വേർഡ് ശരിക്കും ശ്രദ്ധിച്ചോളൂ. റബ്ബിനോട് പ്രാർത്ഥിക്കാൻ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരുന്ന ദുആണ്. ഇതിനെ അവഗണിക്കാൻ വിശ്വാസികൾക്ക് കഴിയില്ല. വഅഊദു ബിക റബ്ബി, എൻ്റെ റബ്ബേ ഞാൻ നിന്നിൽ അഭയം തേടുന്നു. വീണ്ടും ആവർത്തിക്കുകയാണ്. എന്തിൽ നിന്ന്? അൻ യഹ്ദുറൂൻ, പിശാജ് ഹാജറാവുന്നതിൽ നിന്ന്. ഹളറ എന്ന് പറഞ്ഞാൽ എന്താ? ഹാജറാവുക. ഹാജറാവുക എന്ന് പറഞ്ഞാൽ പിശാചുക്കൾ എൻ്റെ അടുക്കൽ വരുന്നതിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടും. ശൈത്താൻ, ഖരീൻ, മനുഷ്യനെ ശക്തമായി തിന്മകൾക്ക് പ്രേരിപ്പിക്കുന്നതാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഒരാൾ നമസ്കരിച്ചു കൊണ്ടിരിക്കെ, ഒരു സുത്ര വെച്ച് നമസ്കരിച്ചു കൊണ്ടിരിക്കെ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെൻ്റെ ബൗണ്ടറിയാണെന്നൊരു സുത്ര വെക്കണം. എന്നിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കെ ആ ബൗണ്ടറിക്കുള്ളിലൂടെ ഒരാൾ കടക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അയാളെ ബ്ലോക്ക് ചെയ്യണം. അയാൾ വിസമ്മതിച്ചാൽ ശക്തമായി ബ്ലോക്ക് ചെയ്യണം. കാരണം അയാൾ വീണ്ടും നിങ്ങളോട് സമരം ചെയ്യാൻ നിന്നാൽ അറിയുക, ഫ ഇന്ന മഅഹു ഖരീനുൻ, അവൻ്റെ ഖരീന് കൂടണ്ട. ആ ശൈത്താനാണ് അവനെ ആ തള്ളിവിടുന്നത്. ശൈത്താൻ പ്രേരിപ്പിക്കുകയാണ്. ആ പ്രേരണ കൊണ്ടാണ് അവൻ നടക്കുന്നത്. കാരണം നമസ്കരിക്കുന്ന ആളുടെ നമസ്കാരം ഫസാദാക്കൽ ശൈത്താൻ ഇഷ്ടമുള്ള കാര്യമാണ്. മനുഷ്യൻ എത്ര നമസ്കരിച്ചു, എത്ര റക്അത്ത് നമസ്കരിച്ചു, ചൊല്ലിയത് എന്താണ് എന്ന് മറന്നു പോകുന്നത് ഒരു ശൈത്താൻ്റെ ഇടപെടലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിശാചിൽ നിന്ന് കാവൽ തേടണം. അതിനാണ് നമ്മൾ ഫാത്തിഹയുടെ മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുന്നത്, ഈ പിശാചിൽ നിന്ന് രക്ഷ കിട്ടാനാണ്. അപ്പോൾ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, പിശാച് ഞങ്ങളുടെ അടുക്കൽ ഹാജരാവുന്നതിൽ നിന്ന് അള്ളാഹുവെ നിന്നിൽ അഭയം തേടുന്നു. അപ്പോൾ ശൈത്താനുകളും അവൻ്റെ ഖബായിലുകളും അവൻ്റെ ഗോത്രക്കാരും നമ്മുടെ അടുക്കൽ ഹാജരാവും. അവർ തിന്മകൾക്ക് പ്രേരിപ്പിക്കും. റഹ്മാനായ റബ്ബിനോട് അഭയം തേടണം. നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടിയും
അവർക്ക് ദുആ ചെയ്യാൻ അറിയില്ല. നമ്മുടെ മക്കളെ പിശാചിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. സൂറത്ത് ആലി ഇമ്രാനിലെ 36 നിങ്ങൾ നോക്കൂ, മറിയം ബീവിയുടെ ഉമ്മ എന്താ പ്രാർത്ഥിക്കുന്നത്? വഇന്നീ സമ്മൈതുഹാ മറിയം, കുഞ്ഞ് ജനിച്ചു, അല്ലാഹുവേ ഞാൻ എൻ്റെ കുട്ടിക്ക് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. വഇന്നീ ഉഈദുഹാ ബിക, അവളെ പിശാചിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ നിന്നിൽ അഭയം തേടുന്നു, അവളുടെ സുരക്ഷ നിന്നെ ഏൽപ്പിക്കുന്നു. അവളെ മാത്രമല്ല വദുർരിയതഹ, നിൻ്റെ മോൾക്ക് ഇനി കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെയും, നിൻ്റെ മോളെ മാത്രമല്ല നിൻ്റെ മോൾക്ക് മക്കളുണ്ടാകുമ്പോൾ ആ കുട്ടിയെയും പിശാചിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുസ്ലിം തുടങ്ങിയ മുഹദ്ദിസുകൾ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, ഏതൊരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴും പിശാച് അവൻ്റെ വിരൽ കൊണ്ട് ആ കുഞ്ഞിനെ കുത്തുന്നുണ്ട്. കുട്ടി കരയുന്ന പല കാരണങ്ങളിലൊന്ന്, എല്ലാ കാരണവുമല്ല, കുട്ടി കരയുന്ന അഥവാ ഗർഭാശയത്തിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ കുട്ടികൾ വാവിട്ട് കരയുന്നത് എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റമറ്റ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഏത് കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴും പിശാച് ആ കുട്ടിയെ തൻ്റെ വിരൽ കൊണ്ട് ഒന്ന് കുത്തുന്നുണ്ട്, നിന്നെ ഞാൻ നോട്ടമിട്ടിട്ടുണ്ട് എന്ന് കാണിക്കലാണത്. അപ്പോഴാണ് കുട്ടി കരയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 ആളുകളെ ഒഴികെ അവരെ കുത്താൻ പിശാച് ശ്രമിച്ചു, പക്ഷേ ഒരു ഹിജാബിലാണ് കുത്തിയത്, അവർക്ക് കുത്തേറ്റില്ല. ആരാണവർ? ഈ പ്രാർത്ഥനയുടെ ഉത്തരം. ഇന്നീ സമ്മൈതുഹാ മറിയം, മറിയം ബീവി ജനിച്ചപ്പോൾ മറിയം ബീവിയെ തൻ്റെ വിരൽ കൊണ്ട് കുത്താൻ ശൈത്താന് കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചപ്പോഴും പിശാചിന് സാധിച്ചില്ല. സ്വഹീഹായ ഹദീസ്, ഈ ദുആൻ്റെ ഫലമാണത്. ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹ മിനശ് ശൈത്വാനിർ റജീം, പിശാചിൽ നിന്ന് അഭയം തേടണം. അത് നാം നേരത്തെ പറഞ്ഞതുപോലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാകാം, അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വനഫ്ഖിഹി വനഫ്സിഹി എന്നാകാം. ഏത് വേർഡുകൾ ഉപയോഗിക്കാം. പിശാചിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തേടുന്ന അൽഫാളുകളായാൽ മതി. അതേപോലെ തന്നെ സൂറത്തുൻ നഹ്ലിലെ 98 കാണാം, ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ പിശാചിൽ നിന്ന് അഭയം തേടണം. അവിടെ ഫൈദാ ഖറഅതൽ ഖുർആന, ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ എന്നാണ് അതിൻ്റെ നേർക്കുനേരെ മഅന. എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഖുർആൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നാണ്. ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ പിശാചിൽ നിന്ന് അഭയം തേടിക്കൊണ്ട് തുടങ്ങണം. കാരണം ഖുർആൻ ഓതുമ്പോൾ ഒരാൾക്ക് ഹിദായത്തിൻ്റെ വഴി തെളിഞ്ഞു കിട്ടും. ആ വഴി തെളിയാതിരിക്കാൻ അയാളുടെ മനസ്സിനും ചിന്തക്കും ബ്ലോക്ക് ഇടാൻ വേണ്ടി ശൈത്വാൻ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കാൻ, തെറ്റായ വ്യാഖ്യാനങ്ങൾ, തെറ്റായത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഓതിയതൊന്നും മനസ്സിലാവാതിരിക്കാനൊക്കെ ശൈത്താൻ കളിക്കും. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ ഇവനിൽ നിന്ന്, ആ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അഭയം തേടിക്കൊണ്ട് തുടങ്ങണം എന്ന്. സൂറത്തുൽ അറാഫിലെ 200-ാമത്തെ ആയത്തിലും നമുക്ക് കാണാം, വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ്, പിശാചിൽ നിന്ന് വല്ല നസ്ഗുമുണ്ടായാൽ അഥവാ ദുർബോധനം, പിശാചിൻ്റെ പ്രേരണ ഉണ്ടായാൽ അള്ളാഹുവിൽ അഭയം തേടണം. ഇന്നഹു സമീഉൻ അലീം, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഈ വേർഡാണ് ഹദീസിൽ വന്നത്, അഊദു ബില്ലാഹി സമീഉൽ അലീം. കാരണം അള്ളാഹു പറഞ്ഞതാണ്, നിങ്ങൾ അള്ളാഹുവിനോട് അഭയം തേടണം, അവൻ സമീആണ്, അവൻ അലീമാണ്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും സൂറത്തു ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, ഒരു തിന്മയെ നന്മ കൊണ്ട് നിങ്ങൾ എതിരിടണം. നിങ്ങളോട് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ തത്തുല്യമായിട്ടല്ല, പിന്നെയോ നല്ല രൂപത്തിൽ പ്രതികരിക്കുക. എങ്കിൽ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം, നിങ്ങൾക്കും ആർക്കുമിടയിലാണോ ശത്രുതയുള്ളത് അവൻ നിങ്ങളുടെ മിത്രമായി മാറും, സുഹൃത്തായി മാറും. അത് അള്ളാഹു നിശ്ചയിച്ച ഖദറാണ്. നല്ല നിലക്ക് പ്രതികരിച്ചാൽ ശത്രുവിനെ മിത്രമാക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനായി മാറും, കഅന്നഹു വലിയ്യുൻ ഹമീം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അദീം, ക്ഷമാലുക്കൾക്കല്ലാതെ അങ്ങനെ കഴിയില്ല എന്ന്. ശത്രുവിനോട് പോലും നല്ല നിലക്ക് പെരുമാറാൻ, മോശമായി പെരുമാറിയവരോട് നല്ല നിലക്ക് പ്രതികരിക്കാൻ മഹാസൗഭാഗ്യം ലഭിച്ച, വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അദീം, വമ്പിച്ച ഭാഗ്യം ലഭിച്ച നസീബുള്ള, പ്രതിഫലത്തിൽ നിന്ന് പരലോകത്ത് ഓഹരി തൗഫീഖുള്ള ആളുകൾക്കാണ് അതിന് കഴിയുക.
എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പക്ഷേ ഒരാൾ ഇങ്ങോട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അങ്ങനെ തന്നെ പ്രവർത്തിക്കാൻ നിങ്ങളെ ശക്തമായി പ്രേരിപ്പിച്ചുകൊണ്ട് ഇബ്ലീസ് ഉണ്ടാകും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ്. എന്നാൽ പിശാച് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും നിലക്ക് നസ്ഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ അഭയം തേടിക്കോ എന്ന് പറഞ്ഞാൽ, തിരിച്ചു മോശമായി പെരുമാറാനുള്ള പ്രേരണ വരുമ്പോൾ മനസ്സിലാക്കുക അത് ശൈത്താനിൽ നിന്നാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ ചീത്ത പറയാണ്. നബിയുടെ അടുത്താണ് ആരിയിരിക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്ഷമാലുവായി എല്ലാം കേട്ടു നിന്നു. പക്ഷെ മനുഷ്യനാണ്, ഒരു പരിധി കഴിഞ്ഞാൽ ക്ഷമ നഷ്ടപ്പെടും. അദ്ദേഹം വീണ്ടും ചീത്ത പറയാൻ തുടങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ച് ചിലത് പറയാൻ തുടങ്ങി. അത് പറയാൻ തുടങ്ങിയ ഉടനെ അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ഇരുന്നു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതികരിക്കുന്നു എന്ന് തോന്നിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ചോദിക്കപ്പെട്ടു, എന്തിനാണ് നബിയെ നിങ്ങൾ അതുവരെ ഇരുന്നു, പിന്നെ എഴുന്നേറ്റത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ വ്യക്തി വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു പ്രതികരിക്കാതിരുന്നപ്പോൾ അവിടെ ഒരു മലക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മലക്ക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ മലക്ക് പോവുകയും അവിടെ ഷെയ്ത്താൻ വരികയും ചെയ്തു. ഷെയ്ത്താൻ ഉള്ളിടത്ത് ഞാൻ നിൽക്കൂല, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. സഹീഹായ ഹദീസ. ഷെയ്ത്താൻ ഉള്ളിടത്ത് ഞാൻ നിൽക്കൂല, ഷെയ്ത്താൻ അവിടെ വന്നത് ഞാൻ കാണുകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അത് കാണിച്ചു കൊടുക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് മാറി. പാഠം എന്താണ്? നാം എപ്പോഴെല്ലാം മാന്യമായി പ്രതികരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നുണ്ടോ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും, മലക്കുകളുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. നേരത്തെ നമ്മൾ ഖുതുബയിൽ പറഞ്ഞ ഹദീസ് പോലെ അള്ളാഹുവിൽ നിന്നൊരു ലഹീർ, ഒരു സഹായി നിങ്ങൾക്കുണ്ടാകും. അതിനെതിരെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഷെയ്ത്താനാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ തിന്മകളിലേക്ക് പ്രേരിപ്പിക്കുന്ന ഷെയ്ത്താനിൽ നിന്ന് അഭയം തേടൽ നമ്മുടെ പ്രാർത്ഥനകളുടെ പ്രധാനപ്പെട്ടൊരു ഭാഗമായിരിക്കണം. അത്തരം പ്രാർത്ഥനകളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അമലാക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ഏറ്റവും ചുരുങ്ങിയത് നിരന്തരം പറയുന്നവരിൽ നാം ഉൾപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.